ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ ആ ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലകാപുരി തറവാടിന്റെ അടിവേര് തോണ്ടാനുള്ള കാര്യങ്ങൾ നമ്മുടെ അപർണയും തമ്പി എന്ന് പറയുന്ന തന്തയും കൂടി ഒപ്പിച്ചു വയ്ക്കുകയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ മൊത്തത്തിൽ അലകാപുരിയിൽ ഇതാ വൻ പൊട്ടിത്തെറികളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിലോ നമ്മുടെ അപർണയുടെ അടുത്തേക്ക് അമല് ചെന്നു. അതെ അപർണ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലരെയും നമ്മുടെ കൂടെ കൂട്ടണമെന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. ആ ശക്തി പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. എന്തായാലും ഇപ്പം ഈ ജന്മം നിന്റെ ഭർത്താവായിട്ട് വിധിക്കപ്പെട്ടവൻ ഞാനാണ്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു വിവാഹം നടന്നത്. എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം. ദേ, നീ ആയിട്ട് ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നീ ആഗ്രഹിച്ചതുപോലെ, നിന്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അളകാപുരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലാക്കിയില്ലേ? ഇനി എന്തിനാ ഈ വീട്ടിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് മൂന്നാറിൽ വെച്ച് നീ അറിഞ്ഞ കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ നീ എന്നോട് പറയണമായിരുന്നു. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന അപർണയാണെങ്കിൽ അമലിനെ പുച്ഛിച്ച് തള്ളുകയാണ്. അതെ, നീ എന്താ വലിയ ഭർത്താവ് ചമഞ്ഞു വരികയാണോ? എനിക്ക് നിന്നോട് ഇതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല അമലെ. നീ ആദ്യം നിന്റെ തരത്തിൽ പോയി കളിക്ക്. ഭർത്താവ് ഉദ്യോഗസ്ഥൻ ചമയാനൊന്നും എൻ്റെ അടുത്ത് വരണ്ട. പിന്നെ ഈ അപർണ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അമൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. എന്തായാലും നീ നിന്റെ പാട് നോക്ക് എന്നൊക്കെ പറയുക. ഈ സമയം നമ്മുടെ അമലിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാലും തൻ്റെ വീടിൻ്റെ സമാധാനം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അമൽ അവളുടെ മുന്നിൽ പരമാവധി താഴുകയാണ്. നീ ഇനി ഈ വീട്ടിൽ ഒരു വിഷയം ഉണ്ടാക്കരുത്. അതുകൊണ്ട് നീ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? ആ മൂന്നാറിൽ വെച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാതിരുന്നില്ലേ? അച്ഛൻ അങ്ങനെ അഭിയേട്ടന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അഭിയേട്ടനും ജാനകിയായിട്ട് തിരിച്ച് നമ്മൾക്ക് എല്ലാവർക്കുമായിട്ട് വീതിച്ച് തരില്ലേ? പിന്നെ എന്തിനാ ഈ ഒരു വിഷയം ഇത്രയും ഊതിപ്പെരുപ്പിച്ച് ഈ വീട്ടിൽ വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാക്കിയതെന്ന് അമല് ചോദിച്ചു. ഞാൻ ഈ വീട്ടിൽ കയറി കൂടിയത് മറ്റു ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണെന്ന് പല പ്രാവശ്യം ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ചതാ. എൻ്റെ ജീവിതം തകർത്ത ആൾക്കാരുടെ മുന്നിൽ ഞാനിപ്പം നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ചതി ഈ അപർണ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. താമസിക്കാതെ നിനക്കും നിന്റെ വീട്ടുകാർക്കും ഒക്കെ ആ ചതി എന്താണെന്ന് ബോധ്യപ്പെടും. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ കാര്യമായിരിക്കും നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ജാനകിയേട്ടത്തെയും അതുപോലെ തന്നെ അഭിയേട്ടനെയും ഒക്കെ തലമണ്ടയിൽ ചുമന്നല്ലേ നിന്റെ അമ്മ നടന്നിരുന്നത്. ആ അമ്മ ഇപ്പം അവരെയൊക്കെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദേ ഈ ഞാനാടാ. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ പോയി അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞു. പാവം നമ്മുടെ അമല്. ഇവളെ കൊല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഇവളെന്താ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ അമലിനുള്ളത്. ഒരു കാരണം വെച്ചാലും ഏട്ടനും ഏട്ടത്തിക്കും ദോഷം വരുന്ന ഒരു കാര്യവും അവനായിട്ട് ചെയ്യില്ല. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ സൂര്യനാരായണൻ ഇപ്പൊ ഈ പ്രഭയുടെ ഈ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു സൂര്യക്ക് സത്യങ്ങൾ മുഴുവനും ഇവരോട് വെളിപ്പെടുത്തണമെന്ന് തോന്നുക. അപ്പം ഓരോ മക്കൾക്ക് വേണ്ടി എന്തെല്ലാമാണോ സൂര്യ കരുതി വെച്ചിരിക്കുന്നത് അതൊക്കെ അവർക്ക് വീതിച്ച് നൽകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ പുള്ളിക്കാരൻ തൻ്റെ പൊന്നു മക്കളെയും ഭാര്യയും ഒക്കെ തനിക്ക് കാണണമെന്ന് പറയുക. അപ്പം മൂന്നാറിൽ പോയി വന്നതിന് ശേഷം ആർക്കും ഒന്നും മുഖം കൊടുക്കാതെ ആ തന്ത ആ റൂമിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കാണണമെന്ന് പറഞ്ഞതും നമ്മുടെ നിരഞ്ജന വേഗം പോയി അജയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അജയ്, അച്ഛൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛന് നമ്മളെ എല്ലാവരും കാണണമെന്നാണ് പറഞ്ഞത്. ഇനി സ്വത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കിയിട്ടായിരിക്കും. അച്ഛൻ എന്ത് കാണണമെന്നാ നീ പറയുന്നത്? ദേ, ആപ്പിക്കും ജാനകി ഏട്ടത്തിക്കും ആ സ്വത്ത് നൽകിയതിൽ അച്ഛന് നല്ല മനസ്സറിവുണ്ട്. അച്ഛൻ്റെ പൂർണ്ണ മനസ്സോടുകൂടിയും പദ്ധതി പ്ലാനുകളോട് കൂടിയും തന്നെയാണ് അച്ഛൻ അങ്ങനെ ഒരു ചതി ചെയ്തത്. അത് എൻ്റെ അമ്മ അറിഞ്ഞല്ലോ. അമ്മ അച്ഛനോട് അത് ചോദിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വിഷമം, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇതിനു വേണ്ടി മാത്രമാണ് ഇപ്പം നമ്മളെ എല്ലാവരെയും അങ്ങ് വിളിക്കുന്നത്. എന്തായാലും അച്ഛന് പറയാനുള്ളത് കേൾക്കണ്ടേ? അച്ഛൻ പറയുന്നതാണല്ലോ ഈ വീട്ടിലെ അവസാനത്തെ വാക്ക്. അതൊക്കെ ആയിരുന്നു. പക്ഷേ അച്ഛൻ എന്ത് പറഞ്ഞാലും ഈ സ്വത്ത് എഴുതിയിട്ടില്ലെങ്കിൽ ഈ അജയ് ആരാണെന്ന് എൻ്റെ അച്ഛൻ അറിയും. അജയ്ക്ക് ഒരു മുഖമല്ല ഉള്ളത്. നിനക്കിപ്പോൾ പല മുഖം ഉണ്ടെന്നുള്ളത് എനിക്കും ബോധ്യപ്പെട്ട കാര്യം. എന്തായാലും അജയ്, നീ ഇങ്ങനെ ഒരു സ്വാർത്ഥനായി പോവരുതെന്നൊക്കെ പറഞ്ഞ് നിരഞ്ജന നമ്മുടെ അജയ് ഉപദേശിക്കുക. നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് വാദിക്കുന്നതെന്നാണല്ലോ.
പിന്നെ അല്ലാതെ ആർക്ക് വേണ്ടിയാ? എനിക്ക് ഈ സ്വത്തിലും പണത്തിലും ഒന്നും യാതൊരുവിധ ആഗ്രഹവും ഇല്ല. എനിക്ക് ജീവിക്കാനുള്ളത് എൻ്റെ അച്ഛനും അമ്മയും സമ്പാദിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നിനക്ക് മാന്യമായിട്ടൊരു തൊഴിലുണ്ട്, ഇതൊക്കെ ചെയ്ത് ജീവിച്ചാൽ പോരെ, എന്തിനാ പിന്നെ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അജയെ വിലക്കാണ്. അപ്പോൾ അജയ് ആണെങ്കിലോ, എന്തായാലും ഞാൻ താഴെ ചെല്ലട്ടെ, അച്ഛൻ എന്താ സംസാരിക്കാനുള്ളതെന്ന് ഞാൻ നോക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊട്ട കലിപ്പിൽ പുള്ളി അങ്ങ് ഇറങ്ങി പോവുക. ഈ സമയം ജാനകി അബിയുടെ അടുത്ത് ചെന്നു. അബിയേട്ടാ, അച്ഛൻ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛന് പറയാനുള്ളത് ഈ എസ്റ്റേറ്റിൻ്റെ കാര്യം, അത് നമ്മൾ തിരിച്ച് എല്ലാവർക്കും കൂടി നൽകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും. 100-200 കോടിയുടെ മുതലല്ലേ, അത് ഒറ്റയ്ക്ക് എനിക്ക് തരുമ്പോൾ പിന്നെ ആർക്കാ സഹിക്കാൻ പറ്റുന്നത്? അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അബിയാണെങ്കിൽ വലിയ വിഷമത്തിലാണെന്ന് ജാനകിക്ക് അറിയാം. എന്നാലും ജാനകി പറഞ്ഞു, അബിയേട്ടാ, നമ്മൾ ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് പുറത്താവും, ആ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. പ്രഭാമ പോലും നമുക്കെതിരായിട്ട് ഇപ്പൊ പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്? ഇനി എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി പോവാനാണെങ്കിൽ അങ്ങനെ, എന്തിനാണെങ്കിലും ഈ അഭിയേട്ടൻ പറയുന്ന രീതിയിൽ ഈ ജാനകി അഭിയേട്ടന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അഭിയും ജാനകിയും കൂടി അവരും അച്ഛൻ വിളിച്ച സ്ഥലത്തേക്ക് വരികയാണ്. അപ്പം അപർണ കൊച്ചമ്മയും ഈ വിവരമൊക്കെ അറിഞ്ഞു. അപർണ തൻ്റെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു ബോംബുണ്ടല്ലോ, ആ ബോംബ് എന്തായാലും പൊട്ടിക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പം നമ്മുടെ തമ്പിയെ വിളിക്കുക. തമ്പിയാണെങ്കിൽ എൻ്റെ പൊന്നുമോളെ, ഇത്രയും നല്ലൊരു സംഭവം നിന്റെ കയ്യിൽ കിട്ടിയിട്ട് നീ അല്ലാതെ ആരെങ്കിലും ഇതിങ്ങനെ വെച്ച് വാഴ്ത്തുവോ? ഒരു കാര്യം ചെയ്യും, അതങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് അവതരിപ്പിക്കുക. എല്ലാവരുടെയും മുന്നിൽ അവരെല്ലാവരും നാണം കിടണം, അതാ വേണ്ടേന്നൊക്കെ പറഞ്ഞു. ഈ സമയം നമ്മുടെ അപർണയും താഴേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ എല്ലാവരും കൂടി ആ ഒരു അളകാപുരി തറവാട്ടിൽ ഒരു പൊതുസഭ തന്നെ അങ്ങോട്ട് കൂടുകയാണ്. അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സൂര്യനാരായണൻ പറഞ്ഞു, എല്ലാവർക്കും സംസാരിക്കാനുള്ളതും അതുപോലെ എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ ഞാൻ കുറച്ച് സമയം തരാം. പക്ഷേ അതിന് മുന്നേ ഈ സൂര്യനാരായണന് പറയാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു. എന്തിനാ എൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ എന്നോട് വഴക്കടിച്ച് നിൽക്കുന്നത്? ഞാൻ എൻ്റെ ഒരു സ്വത്തിൻ്റെ പകുതി, അത് ഒരു ചെറിയ 1/4% ആ ഒരു ഭാഗം ഞാൻ എൻ്റെ മൂത്ത മകന് സമ്മാനിച്ചതിനാണോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ കയറ് പൊട്ടിക്കുന്നത്? അമലിന് ഞാൻ സൂര്യപ്രഭ ഓർഗനൈസേഷൻസിന്റെ ഏറ്റവും വലിയൊരു സ്വത്തല്ലേ അങ്ങോട്ട് തന്നത്. പിന്നെ ഇവിടെ അജയ്ക്കൊന്നും ലഭിച്ചിട്ടില്ല. അതിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സൂര്യനാരായണന്റെ മക്കളാരും പഞ്ഞ നടക്കേണ്ടി വരില്ല. അതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വക്കീലിനെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രഭയാണെങ്കിലോ, നിങ്ങൾ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചതാ എനിക്ക് ഏറ്റവും വലിയ വിഷമമായത്. ഇത്രയും കാലവും എൻ്റെ സ്വന്തം മകനല്ലാതിരുന്നിട്ട് കൂടിയും ഇവനെ, ഈ അഭിയെ ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് തന്നെയല്ലേ കണ്ടത്. എന്നിട്ട് നിങ്ങൾ അത് വല്ലതും മനസ്സിലാക്കിയോ? നിങ്ങൾ അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇത്രയും വർഷം, അതും 1-2 കൊല്ലമല്ല 5 വർഷം നിങ്ങൾ ആ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങൾ ഇവിടെ വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയമാണെങ്കിലോ, അച്ഛൻ വെളിപ്പെടുത്താൻ വരട്ടെ, അതിനു മുന്നേ ഞാൻ ആ സത്യങ്ങൾ പറയാം. അച്ഛാ, ശരിക്കും ഈ അഭി എന്ന് പറയുന്ന മകൻ അച്ഛൻ്റെ തന്നെ ആണോ? അങ്ങനെ നമ്മുടെ അപർണ ആ ഒരു ബോംബ് പൊട്ടിക്കുക. അളകാപുരി തറവാട്ടിലെ ആരുമല്ല അഭി എന്നുള്ള രീതിയിൽ അപർണ സംസാരിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് 2 പേര് അവിടുന്ന് പോന്നിട്ടുണ്ട്. തമ്പിയും ഉണ്ണിത്താനും. തൻ്റെ മക്കൾക്കും ഷെയർ കിട്ടണം, തൻ്റെ മക്കളും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഈ 2 തന്തകളും കൂടി ചേർന്നിട്ട് നമ്മുടെ അളകാപുരിയിൽ സൂര്യനാരായണനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വരവ്. പക്ഷേ സൂര്യയുടെ കടുംവെട്ട് തീരുമാനങ്ങൾ ഇതിനൊക്കെ എതിരാണ്. എന്തായാലും മറ്റു വിശേഷങ്ങളുമായിട്ടൊക്കെ വരാം, ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്